താലികെട്ടിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ പ്രതിശ്രുത വരൻ ആത്മഹത്യ ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം കേരളക്കര കേട്ടത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അതിലേറെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളും പുറത്തുവരികയാണ്. യുവാവിന്റെ അമ്മയുടെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും ഇവർ കുറിപ്പിൽ പറയുന്നുണ്ട്. ബിന്ദു സുന്ദർ എന്ന വ്യക്തി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: കേരള PSC പരീക്ഷയിൽ ആദ്യ ചാൻസിൽ പോലീസിൽ നിയമനം കിട്ടിയവനാണ്. പക്ഷേ കുഞ്ഞുനാളിലെയുള്ള അവന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പട്ടാളക്കാരനായി രാജ്യത്തെ സേവിക്കണമെന്നായിരുന്നു. ആഗ്രഹം പോലെ അതിനുവേണ്ടി ശ്രമിച്ചു. ആദ്യത്തെ അവസരത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ അവസരത്തിൽ ഷെബിൻ സ്വപ്ന സാക്ഷാത്കാരം നേടി. 3-4 വർഷത്തെ സേവനത്തിനിടയിൽ വിവാഹ സങ്കല്പത്തിന് നിറം പകരുവാൻ ഒരു പെൺകുട്ടിയും എത്തി. ഞങ്ങൾ ഒരുപറ്റം സഹപാഠികൾ വിവിധ നാടുകളിൽ നിന്ന് കൂട്ടുകാരിയുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നലെ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ആ നാടും വീടും കാണുന്നത്. എന്നിട്ടും ആ വീട്ടിലേക്കുള്ള വഴി ഒരിടത്തും തെറ്റിയില്ല. കാരണം വിവാഹ ദിവസം തന്നെ മരിച്ച വരന്റെ വീട് എല്ലാവർക്കും സുപരിചിതം. മരണകാരണം എന്തെന്ന് വ്യക്തമായി അറിയില്ല. ഒരു ഭാഗം വീട്ടുകാരെ മാത്രം കേട്ട് അവരുടെ പക്ഷം പിടിക്കാനും പറ്റില്ല. പലരും പറയുന്നത് പോലെ ഇതൊരു ഹണി ട്രാപ്പ് അല്ല, പെണ്ണിന് മറ്റൊരു പ്രണയബന്ധമുണ്ടായതുകൊണ്ടുമല്ല. എന്നാൽ പലപ്പോഴും പല കാര്യത്തിനും വാശി പിടിക്കുന്ന സ്വഭാവം പെണ്ണിനുണ്ടായിരുന്നു. അത് ചെക്കനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അത് കൂട്ടുകാരോടും അച്ഛനമ്മമാരോടും പറഞ്ഞിരുന്നുവെന്ന് അടുത്ത ബന്ധു പറയുന്നു. കല്യാണത്തലേന്ന് ചെറുക്കന്റെ വീട്ടിലുള്ളവർ അവരുടെ ബന്ധുക്കളെയും പെണ്ണിന്റെ വീട്ടുകാർ അവരുടെ ആളുകളെയും ക്ഷണിച്ചിരുന്നു. അതിനിടയിൽ പെണ്ണിന്റെ വീട്ടിൽ ഒരു മഞ്ഞക്കല്യാണവും തീരുമാനിച്ചിരുന്നു. എന്നാൽ ചെറുക്കന്റെ വീട്ടിലെ തിരക്കിനിടയിൽ പെണ്ണിന്റെ വീട്ടിൽ വെച്ചുള്ള ആ ചടങ്ങിന് അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ പെണ്ണ് ചൂടായി. അവളും താലിപ്പന്തലിൽ കയറില്ല എന്നൊക്കെ വാശി പിടിച്ച് വെല്ലുവിളിച്ചു. ഇങ്ങനെയൊക്കെയാണെന്ന് അവിടുത്തെ ബന്ധു ഞങ്ങളോട് പറഞ്ഞു. 1 വർഷത്തോളമായി ഹൃദയത്തിൽ കൊണ്ടു നടന്നവളെ മോളെ എന്ന് മാത്രമേ അവൻ വിളിക്കാറുള്ളൂ. അങ്ങനെ പലപ്പോഴും പല കാര്യത്തിനും വാശി പിടിക്കുന്നവളെ ഷെബിൻ ഈ കാര്യത്തിലും അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. കല്യാണത്തലേന്ന് രാത്രി വളരെ വൈകി തിരക്ക് കുറഞ്ഞപ്പോൾ പെൺകുട്ടി വീണ്ടും അവനെ ഫോണിൽ വിളിച്ചെന്ന് പറയപ്പെടുന്നു. അവളുമായി സംസാരിച്ചുകൊണ്ട് ചെക്കൻ ബെഡ്റൂമിലേക്ക് പോയതാണ്. പിന്നീട് എന്താണ് അവർ തമ്മിൽ പറഞ്ഞതെന്നറിയില്ല. അത് ഒരുപക്ഷെ അത്രമാത്രം അവന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന വാക്കുകളായിരിക്കാം. ഇതിനെ തുടർന്ന് അവനും മടുപ്പ് വന്ന മരണത്തെപ്പറ്റി ചിന്തിച്ചു പോയതാകാം. അതിനെ തുടർന്ന് ആ ഒരു സൂചന നൽകുന്ന എന്തെങ്കിലും സന്ദേശത്തിലോ സംസാരത്തിലോ അവൻ അവളോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം കല്യാണ ദിവസം പുലർച്ചെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 2-3 ആളുകൾ ആരും ക്ഷണിക്കാതെ വിശേഷങ്ങൾ തിരക്കാൻ അവിടേക്ക് എത്തിയത് എന്നും ഇവർ കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യ എന്ന വാക്കിന്റെ അർത്ഥം ദുരൂഹ മരണമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലെ ദുരൂഹത പലപ്പോഴും ആർക്കും മനസ്സിലാവുകയില്ല. താലികെട്ടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വയം മരണത്തിലേക്ക് പോയ ഷെബിനെ കുറിച്ചോർത്ത് വിറങ്ങലിച്ച വീടും നാടും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്, എന്തിനാണ് മോനെ നീ ഇങ്ങനെ ചെയ്തത്? പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, അപകടമോ അനാരോഗ്യത്തിലോ ആകുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ വിധിയെന്ന് പറയും. എന്നാൽ ആരോഗ്യവാനായ ഒരാൾ എന്തിന്റെ പേരിലായാലും സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ന്യായീകരിക്കാനാകില്ല. എന്തായാലും ചിത്രത്തിൽ കൈകോർത്തു പിടിച്ച പോലെ 2 കുടുംബത്തിലെ ഒത്തുചേരലിന്റെ സന്തോഷമാകേണ്ട വീട് മരണവീടായി പോയത് വെറും ഒരു ബുദ്ധിശൂന്യതയായി മാത്രമേ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് തോന്നിയുള്ളൂ എന്നായിരുന്നു ഇവരുടെ കുറിപ്പ്.